വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ. ബ്രിൻഡിസിക്ക് സമീപം കുപ്പർത്തീനോ എന്ന പ്രദേശത്ത് ഒരു ചെരുപ്പ് കുത്തിയുടെ മകനായി ജോസഫ് ദേശ ജനിച്ചു. 8-ാമത്തെ വയസ്സു മുതൽ അവന് സമാധി ദർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അതിനാൽ കൂട്ടുകാർ അവനെ വാപൊളിയൻ എന്നാണ് വിളിച്ചിരുന്നത്. 17-ാമത്തെ വയസ്സിൽ ഫ്രാൻസിസ്കൻ സഭയിലും കപ്പൂച്ചിൻ സഭയിലും അവൻ പ്രവേശനത്തിന് അഭ്യർത്ഥിച്ചെങ്കിലും അവർ അവന് മണ്ടനും വാപൊളിയനുമാണെന്ന് പറഞ്ഞ് പ്രവേശനം നിഷേധിക്കുകയാണ് ചെയ്തത്. എന്നാൽ ലാഗ്രോട്ടേലെ എന്ന സ്ഥലത്തെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിൽ അവന് കന്നുകാലി നോട്ടക്കാരന്റെ ജോലി കിട്ടി. അവന്റെ പ്രായശ്ചിത്തങ്ങളും എളിമയും അനുസരണവും തലവന്മാരുടെ ശ്രദ്ധയിൽപ്പെടുകയും 25-ാമത്തെ വയസ്സിൽ അവന് പൗരോഹിത്യം നൽകുകയും ചെയ്തു. ശരിയായി വായിക്കാൻ പഠിച്ചിരുന്നില്ലെങ്കിലും ദൈവനിവേശിതമായ വിജ്ഞാനം ഏതു ദൈവശാസ്ത്ര പ്രശ്നവും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിന് നൽകി. പരഹൃദയ ജ്ഞാനവും പ്രവചനവരവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അന്തരീക്ഷത്തിലൂടെ പറക്കുവാനുള്ള കഴിവുണ്ടായിരുന്നുവെന്നും പള്ളിയുടെ വാതിൽക്കൽ നിന്ന് ബലിപീഠത്തിലേക്ക് ജനക്കൂട്ടത്തിന്റെ മീതെ കൂടെ പറക്കുന്നത് 100 കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ടെന്നും ജീവചരിത്രകാരന്മാർ പറയുന്നു. ഒരിക്കൽ അദ്ദേഹം പറന്ന് ഒരു ഒലിവുമരത്തിന്റെ കൊമ്പിലിരുന്ന് അരമണിക്കൂർ ധ്യാനിക്കുകയുണ്ടായത്രേ. ഈ ദൃശ്യപ്രകൃതീത സംഭവങ്ങൾ കണ്ട് ജനങ്ങൾ ആശ്രമത്തിൽ തിങ്ങിക്കൂടിയിരുന്നതിനാൽ അദ്ദേഹത്തെ അജ്ഞാതമായ ആശ്രമങ്ങളിലേക്ക് മാറി മാറി അയച്ചുകൊണ്ടിരുന്നു. ഘനരാഹിത്യം കൊണ്ട് അലംകൃതനായ ഈ സന്യാസി 61-ാമത്തെ വയസ്സിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 1767 ജൂലൈ 16-ന് ക്ലെമന്റ് 13-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്തു.